Dear students, today I want to discuss the previous question paper of 2018 Kerala Engineering Entrance Exam. See, നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ ഇതിൻ്റെ ആദ്യത്തെ രണ്ട് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി മൂന്നാമത്തെ പാർട്ടിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പാർട്ടിലെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹീറ്റ് ആൻഡ് തെർമോഡൈനമിക്സ് ആൻഡ് കൈനറ്റിക് തിയറി, ആ ചാപ്റ്ററിന് ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെൻട്രേഷൻ നിങ്ങൾ കൊടുത്താൽ നമ്മുടെ കേരള എൻട്രൻസിലെ മിനിമം 5 ക്വസ്റ്റ്യൻസിന് ഉത്തരം നമുക്ക് നൽകാൻ പറ്റും. അതോടൊപ്പം വളരെ നിലവാരമുള്ള ക്വസ്റ്റ്യൻസാണ് കേരള 2018-ലും 19-ലും ചോദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർക്കുക. സോ ആ തരത്തിൽ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. So here, question number 31. The dimensions of the permittivity in free space is. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് പെർമിറ്റിവിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു റിലേഷൻ നമുക്ക് ആവശ്യമുണ്ട്. So that is nothing but the Coulomb force. So we know that force F is equal to as 1/4 pi epsilon 0 into that the charge, the Q1 Q2 division by R square. അപ്പോൾ that is the force of interaction between the two charged particles. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എപ്സിലോൺ സീറോയുടെ ഡയമെൻഷനാണ് വേണ്ടത് അല്ലേ. നമുക്ക് അതിനെ ഇക്വേഷനാക്കി നമുക്ക് മാറ്റിയാൽ എപ്സിലോൺ സീറോ ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ഗോട്ട് ദ ഡയമെൻഷൻ ഓഫ് ഗുഡ്, ദ ന്യൂമറേറ്റർ ഗോട്ട് ദ ഡയമെൻഷൻ ഓഫ് Q square division by dimension of force into the dimension of R square. നമുക്കറിയാം 1/4 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അത് ന്യൂമറിക്കൽ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡയമെൻഷൻ ഇല്ല എന്നൊരു കൺസെപ്റ്റ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ ചാർജിൻ്റെ ഡയമെൻഷൻ നമുക്ക് വേണം അല്ലേ. സോ അവിടെ നമുക്കറിയാം കറണ്ട് എന്ന് പറയുന്നത് ചാർജ് ഡിവിഷൻ ബൈ ടൈം എന്നാണ് നമുക്കറിയാമെന്നുള്ളത്. സോ ചാർജിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് I ഇൻറ്റു ടി എന്നൊരു ആസ്പെക്ട്സിലേക്ക് എത്തി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐയുടെ ഡയമെൻഷൻ നമുക്ക് ആംബിയർ നൊട്ടേഷൻ A ആയിട്ട് കൊടുക്കാം, ടി ആയിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഫോഴ്സാണ്. ഫോഴ്സിനെ പറ്റി നമുക്കറിയാം വ്യക്തതയോടെ. ദ ഡയമെൻഷൻ ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു mL(T⁻²). അപ്പോൾ അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ചാർജിന് പകരം ആംപിയർ ഇൻറ്റു ടി (8² ഡിവിഷൻ ബൈ the force as nothing but equal to mL(T⁻²) that much into L². ഇതാണ് നമുക്ക് ഇതുവരെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവിടെ എഴുതി. അപ്പോൾ ഇതിനെ നമുക്ക് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയാൽ m becomes what? m⁻⁻1. ഗുഡ്. ഇവിടെ നമുക്ക് L⁻1 is there, here L². അത് ഒരുമിച്ചാൽ L³ അത് മേളിലോട്ട് പോകുമ്പോൾ നമുക്ക് L⁻³ ആയിട്ട് എടുക്കാം. പിന്നെ നമുക്ക് ടൈമിൻ്റെ വാല്യൂ ഈ -2 മേളിൽ പോകുമ്പോൾ പ്ലസ് ആകുന്നു. അപ്പോൾ അവിടുത്തെ സ്ക്വയർ കൂടെ എടുക്കുമ്പോൾ T⁻4 ആയി. പിന്നെ ആംബിയർ സ്ക്വയർ ഓൾറെഡി. സോ വി ഗെറ്റ് ദ കൺസെപ്റ്റ് ആസ് m⁻1 L⁻³ T⁻4 A². So we can quote the answer as E. We can move to the next one. Number 32. The displacement of a wave is represented as that y is equal to 0.6 into 10⁻³ the sine of 500t minus 0.05x. അപ്പോൾ നമ്മൾ ഒരു ജനറൽ റിലേഷൻ എടുക്കുമ്പോൾ വി നോ ഇറ്റ് ഈസ് a sin ωt minus kx. അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക. Where all the quantities are in proper units, the maximum particle velocity of the medium. So displacement of the particles in a medium, നമുക്കറിയാം ഒരു സ്ട്രിങ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഓരോ പാർട്ടിക്കിളും ആ പൊസിഷനിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്യുന്നു എന്ന് നമുക്കറിയാം. സോ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ മാക്സിമം, അപ്പോൾ ഇങ്ങനെ ഒരു വേവാണ് അവിടെ ഉണ്ടാകുന്നതെങ്കിൽ ഇറ്റ് ഗോട്ട് ദ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കും? സോ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് വി ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ദാറ്റ് y ഇൻ വൺ ടൈം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഓർക്കണം, സോ a omega into cos
ഫങ്ഷനാണ് നമുക്ക് വരുന്നത്. അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം എ ഒമേഗയാണ് നമ്മുടെ മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉത്തരത്തിലേക്ക് എങ്ങനെ നമുക്ക് എടുക്കാം? ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? സോ ഇറ്റ് ഈസ് ഗിവൺ as 0.6 into 10 raised to minus 3 into what is the value for omega? You just compare it. Here omega got the value as what? 500. So നമ്മൾ multiply ചെയ്തു, you get the value as 30 into 10 raised to minus 2. So we can say the value as 0.3. So that is the answer. Again we got the answer as. ഇത് നല്ലൊരു കൺസെപ്റ്റാണ്, കൺഫ്യൂഷൻ വരരുതേ. ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വേവ് വെലോസിറ്റി ആൻഡ് ദ പാർട്ടിക്കിൾ വെലോസിറ്റി. അപ്പോൾ വേവ് വെലോസിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സോ വേവ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഷോർട്ട് കട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഒമേഗ ബൈ കെ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ വേവ് വെലോസിറ്റി. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. നമ്പർ 33. The electric field of certain radiation is given by, so that electric field of a radiation is given as is equal to 200 sine 4 pi into 10 raised to minus 15 t. Falls in a metal surface having work function. So the work function is given as 2 electron volt. The maximum kinetic energy, so K maximum, we have to find. So here the value of H and the electron charge is given. അപ്പോൾ നമ്മുടെ ഐൻസ്റ്റീൻ്റെ റിലേഷൻ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരട്ടെ. അപ്പോൾ നമുക്കറിയാം the kinetic energy relation, the maximum value we can write as equal to H nu, that division minus H nu minus the work function. ഗുഡ്. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും തന്നിട്ടുണ്ട് അല്ലേ. ജൂളിലാണെങ്കിൽ നമുക്ക് എച്ച് ഇൻറ്റു ന്യൂ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷേ അത് ഇലക്ട്രോൺ വോൾട്ടിലാണ് 50 ആയതുകൊണ്ട് നമുക്ക് അതിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദാറ്റ് ജൂൾ ഷുഡ് ബി ഡിവൈഡഡ് വിത്ത് വാട്ട്? ദി ഇലക്ട്രോണിക് ചാർജ്. നമുക്കറിയാം 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1.6 into 10 raised to minus 19 ജൂൾ. സോ നമുക്ക് Hൻ്റെ വാല്യൂ 6.63 into 10 raised to minus 34 into, yes, the frequency. That is we have to substitute. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒമേഗ അല്ലേ ഈ തന്നിരിക്കുന്നത്. സോ ഒമേഗ എന്ന് പറയുന്നത് 2π ഇൻറ്റു അവിടുത്തെ ഫ്രീക്വൻസി അല്ലേ, ആ വാല്യൂ അല്ലേ നമുക്ക് 4π into 10 raised to minus 15 ആയിട്ട് തന്നിരിക്കുക. അവിടെ നമുക്ക് 2πയും ക്യാൻസൽ ആയാൽ നമുക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 into 10 raised to 15 ആയിട്ട് നമുക്ക് കിട്ടിയില്ലേ? യെസ്, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. സോ കീപ് ഇൻ മൈൻഡ് ഇറ്റ് ഈസ് നോട്ട് minus 15, it is a plus 15. It is a plus 15. സോ കാരണം പവർ നിങ്ങൾ ഓർക്കുമ്പോൾ അറിയാം. സോ ഇറ്റ് ഈസ് എ മിസ്റ്റേക്ക്. സോ ഒമേഗ ഈക്വൽ ടു ഫ്രീക്വൻസി ബിക്കം 2 into 10 raised to 15. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഫ്രീക്വൻസി ആസ് 2 into 10 raised to 15. That division by the electronic charge as 1.6 into 10 raised to minus 19. That is minus 2 into electron volt. So that is equal to, നമ്മളൊന്ന് ഡിവൈഡ് ചെയ്തെടുത്താൽ നമുക്ക് 1.6 ആയിട്ട് കിട്ടിയാൽ we get the value as 0.8. So 0.63 by 0.8 into 10 raised to minus 19. The division by 34ഉം 15ഉം ആയിട്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ again minus 19 minus 2 electron volt. So here it becomes cancel. So so we get the value 6.63 by 0.8. So we get the value 8.28 electron volt. That minus 2 electron volt. So we get the answer as a 6.28 electron volt. We can approximately we can say as a 6.3 electron volt. So we get the answer as the fourth choice. It is 4.3, 5.3, 6.3, 7.3. So we get the answer as D. ഒരു നല്ല കൺസെപ്റ്റാണ്, അത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അടുത്ത് വരുന്നത്. The de Broglie wavelength lambda of the electron in the nth orbit of hydrogen atom is. സോ നമ്മുടെ മനസ്സിലേക്ക് വരണം ലാംഡ എന്ന് പറയുന്നത്
എച്ച് ഡിവിഷൻ ബൈ പി ആണ്, അല്ലേ? നമുക്കറിയാമെന്നുള്ളൊരു കൺസെപ്റ്റാണ്. പക്ഷേ മൊമെൻറ്റം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഒരു ഡി ബോഗ്ലി വേവ് ലെന്ത് എച്ച് ബൈ പി എന്ന് എഴുതി, പി എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ പറയുന്നത് എന്നുമായിട്ട് എങ്ങനെയാണ് ഇലക്ട്രോണിൻ്റെ? അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിലേക്ക് വേണ്ട കൺസെപ്റ്റാണ് ആംഗുലാർ മൊമെൻറ്റം കൺസെപ്റ്റ്. നമുക്കറിയാം എം ഇൻറ്റു വി ആർ ആണ് ഒരു ആംഗുലാർ മൊമെൻറ്റം ആണെങ്കിൽ ലീനിയർ മൊമെൻറ്റം ഇൻറ്റു ഡിസ്റ്റൻസ്. നമുക്കറിയാം എം വി ഈസ് വാട്ട്? യെസ്, എച്ച് ഡിവിഷൻ ബൈ ലാംഡ ആയിട്ട് മാറും, അല്ലേ? ദാറ്റ് മച്ച് ഇൻറ്റു ആർ ആണെന്ന് നമുക്കറിയാം. പക്ഷേ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് നമുക്ക് എഴുതാം എന്നുമായിട്ടുള്ള റിലേഷൻ ആസ് എൻ എച്ച് ഡിവിഷൻ ബൈ 2π. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നമ്മളൊന്ന് റിലേറ്റ് ചെയ്യും. നമുക്ക് ലാംഡയുമായിട്ടാണ് റിലേറ്റ് ചെയ്യേണ്ടത്. എച്ച് എച്ച് ക്യാൻസലായി മാറി. സോ ലാംഡ ടേക്ക് ദ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു യെസ് 2πr division by n. So we can easily say the lambda is inversely proportional to n. So inversely proportional to n. So we can code the choice as A. Good. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഓർത്തിരിക്കുക. വളരെ നല്ലൊരു കൺസെപ്റ്റാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്. 35th question. In a thermodynamic system, Q represents the energy transferred to or from a system by heat, and W represents the energy transferred to or from a system by work. Q is here, the first statement is given. അത് ഓർക്കുക, ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Q is greater than 0 and W is equal to 0. അപ്പോൾ നമ്മുടെ ഒരു ഐഡിയ ഓർത്തിരിക്കേണ്ടത്, നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ഓഫ് എനർജി ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ 2 purposes, the changing internal energy and also plus having to work done. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ പല കേസസ് 1, 2, 3, 4 വിച്ച് ഓഫ് ദ എബോവ് വിൽ ലീഡ് ടു ഇൻക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജി, അതിനെക്കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻറ്റേർണൽ എനർജി കൂടുന്നു, ആ ഒരു കൺസെപ്റ്റ്സ് ഈ 4 കേസസിൽ എവിടെ വരുന്നു? നമ്മൾ ആദ്യത്തെ കേസ് നമുക്ക് എടുക്കാം. ക്യൂ ഈസ് ഗ്രേറ്റർ ദാൻ. അപ്പോൾ ക്യൂ പോസിറ്റീവ് ആണ്, അല്ലേ? ക്യൂ പോസിറ്റീവ് ആണ്. വർക്ക് എന്ന് പറയുന്നത് 0. അപ്പോൾ ക്യൂ പോസിറ്റീവ് വാല്യൂ ആണ് കൊടുക്കുന്നത്, വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറയുക. അപ്പോൾ ഡയറക്റ്റായിട്ട് ഈ കൊടുക്കുന്ന എമൗണ്ട് ഓഫ് എനർജി എന്തിന് യൂസ് ചെയ്യും? എസ് ടു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി. സോ ഇൻറ്റേർണൽ എനർജി വിൽ ഇൻക്രീസ് ഫോർ ദ ഫസ്റ്റ് കേസ്. സോ ഇത് നമുക്ക് വേണ്ട ഒരു കൺസെപ്റ്റാണ്. രണ്ടാമത്തെ കേസ് ഒന്ന് എടുക്കൂ. ക്യൂ ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ കൊടുക്കുന്നില്ല, നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നു എന്നൊരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സ്, ആ സൈൻ കൺവെൻഷൻ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, നെഗറ്റീവ് ആണ്. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് അവിടെയും എന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? 0 ആണ്. അപ്പോൾ നമ്മുടെ ആ സിസ്റ്റത്തിൽ നിന്ന് എമൗണ്ട് ഓഫ് എനർജി എടുക്കുന്നു എന്ന് പറയുമ്പോൾ, അപ്പോൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും അവൻ്റെ ഇൻറ്റേർണൽ എനർജിയിൽ നിന്നായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അവിടെ ഇൻറ്റേർണൽ എനർജി കൺസെപ്റ്റ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. സോ ആ കൺസെപ്റ്റ്സ് ക്ലിയർ ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇല്ല. വാട്ട് അബൌട്ട് ദ തേർഡ് വൺ? തേർഡ് പറയുന്നത് വർക്ക് ഡൺ പോസിറ്റീവ് ആണ്, പക്ഷേ ക്യൂ എന്ന് പറയുന്നത് യെസ്, അപ്പം കൊടുക്കുന്നില്ല, എമൗണ്ട് ഓഫ് എനർജി ഇല്ല അവിടെ. അപ്പം അവൻ്റെ ഇൻറ്റേർണൽ എനർജി ഉപയോഗിച്ചായിരിക്കും അവൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് പറയാം ഇൻറ്റേർണൽ എനർജി വിൽ ഡിക്രീസ്. ദാറ്റ് മീൻസ് ദ ബോഡി ഗോട്ട് കൂളിംഗ് എഫക്റ്റ്. അപ്പോൾ അവൻ്റെ ടെമ്പറേച്ചർ കുറയുമെന്നുള്ള കാര്യം ഓർമ്മയിരിക്കട്ടെ. അപ്പോൾ മൂന്നാമത്തെ കേസ് റോങ് ആണ്. നമുക്ക് ഫോർത്ത് കേസ് എടുക്കാം. ഫോർത്ത് കേസ് പറയുന്നത് വർക്ക് ഡൺ ഈസ് നെഗറ്റീവ് ആണ്, ലെസ് ദാൻ 0. ആൻഡ് അടുത്ത് പറയുന്നത് ക്യൂ എന്ന് പറയുന്നത് ആൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു 0. ഫോർത്ത് കേസ് എന്ന് പറയുമ്പോൾ വർക്ക് നെഗറ്റീവ് ആണ് നടക്കുന്നത്. ക്വാണ്ടിറ്റി ഓഫ് നമുക്ക് ചാർജ്, നമ്മളവിടെ എനർജി എന്ന് പറയുന്നത് കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം ഓർക്കുക. പക്ഷെ വർക്ക് നെഗറ്റീവ് ആണ്. ദാറ്റ് മീൻസ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. വി ഹാവ് ടു സേ ദ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. അപ്പം അങ്ങനെ വരുമ്പോൾ പുറത്ത് നിന്ന് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഉറപ്പായിട്ടും ഇൻറ്റേർണൽ എനർജി ഷുഡ് ഇൻക്രീസ്. ബൈ യൂസിങ് ദിസ് കൺസെപ്റ്റ് ഇറ്റ് ബിക്കംസ് സോ ക്ലിയർ. സോ നമുക്ക് 2 ചോയ്സസ് കംഫർട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് ടു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് തേർഡ് ചോയ്സ് ആൻസർ ആയിട്ട് കൊടുക്കാം. 1 and 4th സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. സോ വെരി ഗുഡ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം.
See the question number 36. A cylinder closed at both ends is separated into two equal parts, 45 centimeter each, by a piston impermeable to heat. Both the parts contain the same masses of gas at a temperature of 300 Kelvin and a pressure of 1 atmosphere. By how much the gas should be heated in one part of the cylinder to shift the piston by so that is ഒരു ചെറിയ ഒരു മിസ്റ്റേക്ക് അവിടെ വന്നിട്ടുണ്ട്. സോ ഒരു 5 സെൻറ്റിമീറ്റർ പിസ്റ്റൺ ബൈ 5 സെൻറ്റിമീറ്റർ ആൻഡ് ദ പ്രഷർ ഓഫ് ദ ഗ്യാസ് ആഫ്റ്റർ ഷിഫ്റ്റിംഗ് ദ പിസ്റ്റൺ. സോ അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ പിസ്റ്റൺ 5 സെൻറ്റിമീറ്റർ മൂവ് ചെയ്യുന്ന സമയത്ത് we have to find the temperature and the pressure after shifting. ഈ രണ്ട് പാരാമീറ്റേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഈസ് ദ ചോയ്സസ്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു സിസ്റ്റത്തെ ഒന്ന് പരിചയപ്പെടുത്താം. ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള രണ്ട് പാർട്സ്. ഗുഡ്. ഇതാണ് ഇനിഷ്യൽ കേസായിട്ട് നമുക്ക് എടുക്കാം. നമുക്കിതിനെ ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയാം. ഇതിന് നമുക്ക് രണ്ട് കമ്പാർട്ട്മെൻറ്റ്സ്, സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ലെങ്ത് എത്രയായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്? 45 സെൻറ്റിമീറ്ററാണ്. ഗുഡ്. അപ്പോൾ എന്നിട്ട് പറയാണ് ആദ്യത്തെ കേസിൽ നമുക്ക് പി പ്രഷർ ഉണ്ടെന്നിരുന്നോട്ടെ, അവൻ്റെ ടെമ്പറേച്ചർ 300K എന്ന് പറഞ്ഞോട്ടെ. അത് തന്നെയാണ് ഇവിടെയും, ഡിറ്റോയാണ് ആദ്യത്തെ കേസിൽ എന്ന് പറയുന്നത്. രണ്ടിലും ഈക്വൽ എമൗണ്ട് ഓഫ് മാസസ് എന്നാണ് നമ്മളോട് പറയുന്നത്. സോ ഇതാണ് ഇനിഷ്യൽ കേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ രണ്ടാമത്തെ കേസ് വരുമ്പോൾ നമ്മൾ ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റിന് എമൗണ്ട് ഓഫ് എനർജി കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. ഹീറ്റഡ് ഇൻ വൺ പാർട്ട് ഓഫ് ദ സിലിണ്ടർ. സോ നമ്മളിതാ ഇവിടെ എമൗണ്ട് ഓഫ് എനർജി കൊടുത്തു വന്നിരിക്കട്ടെ. അപ്പം ആ ഒരു എനർജി വെച്ചുകൊണ്ട് ഇവൻ എക്സ്പാൻഡ് ചെയ്യുകയാണ്. ആ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും ആ പിസ്റ്റൺ ഇങ്ങോട്ട് മാറി. എത്ര മാറി? 5 സെൻറ്റിമീറ്റർ ആയിട്ട് മാറി. അപ്പോൾ ഇവിടുത്തെ പ്രഷർ നമുക്ക് P2 എന്ന് എടുക്കാം. T2 ആണ് അവിടുത്തെ ടെമ്പറേച്ചർ. അവിടുത്തെ വോളിയം എന്തായിട്ട് മാറും? നേരത്തെ ഉണ്ടായിരുന്ന വോളിയം V ആണെങ്കിൽ അതിനോടൊപ്പം ഇപ്പോൾ എക്സ് ആണ് സെപ്പറേഷൻ എക്സ്ട്രാ വന്നെന്നിരിക്കട്ടെ. ഈ രണ്ട് സിലിണ്ടറിൻ്റെയും ഏരിയ ക്രോസ് സെക്ഷൻ A ആണെങ്കിൽ ആ എക്സ്ട്രാ വോളിയം AX ആയിരിക്കില്ലേ? സോ നമുക്ക് രണ്ടാമത്തെ കേസിലെ വോളിയം V+AX ആയി. പക്ഷെ അപ്പോഴത്തേക്ക് ഈ കണ്ടെയ്നറിനെ പറ്റി നമ്മൾ ചിന്തിക്കണം. അവൻ്റെ വോളിയം കുറയുക ചെയ്ത് അല്ലേ? എന്തുമാത്രം കുറഞ്ഞു? യെസ്, ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റിന് എത്ര വോളിയം എക്സ്ട്രാ കിട്ടിയോ അത്ര കണ്ട് ഇവിടെ കുറവ് വന്നു. സോ നമുക്ക് എന്താണ് കണ്ടുപിടിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണേ, ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 300, ആ വാല്യൂ എന്ന് പറയുന്നത് ആദ്യത്തെ കേസിൽ രണ്ട് കമ്പാർട്ട്മെൻറ്റിലും സെയിം ആണ്. ടെമ്പറേച്ചർ നമ്മളുടെ ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റിൽ മാത്രമേ മാറ്റുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എത്രയായിട്ട് തന്നെ തുടരും? 300K. ക്വസ്റ്റ്യൻ നന്നായിട്ട് ഒരിക്കൽ കൂടെ വായിക്കുക, അത് കഴിഞ്ഞിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്ക് ഉറപ്പിക്കാൻ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടിൻ്റെയും മാസ് സെയിം എന്നല്ലേ പറയണേ? യെസ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മാസ് സെയിം ആണെന്നാണ് നമ്മൾ ചെയ്താൽ ആദ്യത്തെ കേസിൽ കമ്പാർട്ട്മെൻറ്റ് ബേസ് ചെയ്ത് P1 V1 ബൈ T1 എന്ന് പറയുന്നത് P2 V2 ബൈ T2 എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാമല്ലോ. യെസ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ പ്രഷർ P ആണ്, വോളിയം V ആണ്, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 300 എന്നൊരു കൺസെപ്റ്റിലെടുത്തേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ പ്രഷർ P2 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ യെസ് രണ്ടാമത്തെ കേസായിട്ട് നമ്മുടെ ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റിന് യെസ് രണ്ടാമത്തെ കേസിൽ P2 ആണെങ്കിൽ അപ്പോൾ ആ ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റിന് സെക്കൻഡ് കേസിൽ ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റിന് സെക്കൻഡ് കേസിൽ എന്താണ് P2 ആയിട്ട് മാറി. അവിടുത്തെ വോളിയം എന്തായിട്ട് മാറി? യെസ് V+AX ആയിട്ട് മാറി. അവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണ്? T2 ആണ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഇനി അടുത്ത കേസായിട്ട് നമുക്ക് എന്ത് പറയാം? രണ്ടാമത്തെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് സോ രണ്ടിടത്തും 300 കെൽവിൻ 300 കെൽവിൻ എന്നല്ലേ പറയുന്നേ. അപ്പോഴത്തേക്കും അവിടെ എന്ത് കേസ് നമുക്ക് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞൂടെ?
അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് പറയുന്നതെങ്കിൽ രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിന് നമുക്ക് എങ്ങനെ ഇക്വേഷൻ നമുക്ക് പറയാം? ഐസോതെർമൽ കണ്ടീഷൻ എന്ന് നമുക്ക് പറയാം അല്ലേ? സോ P1 V1 ഷുഡ് ഈക്വൽ ടു എന്തായിട്ട് നമുക്ക് പറയാം? യെസ്, P2 V2 ആയിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കേസിൽ പ്രഷർ P ഇതാണ്, അത് രണ്ടിനും ഒരേപോലെ എന്നാണ് തന്നിരിക്കുന്നത്. വോളിയം V എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസിൽ P2 ഇൻറ്റു രണ്ടാമത്തെ കേസിൽ P2 ഇൻറ്റു വോളിയം എന്തായിട്ട് നമുക്ക് മാറി രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിലെ? യെസ്, അത് യഥാർത്ഥത്തിലുള്ളതിൽ നിന്ന് അവിടെ നിന്ന് വോളിയത്തിൽ നിന്ന് എക്സ് കുറച്ചു എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ P2 എന്ന് പറയുന്നത് P2 is equal to നമുക്ക് എങ്ങനെ നമുക്ക് P2 കണ്ടുപിടിക്കാം? ഇറ്റ് ബിക്കംസ് PV ഡിവിഷൻ ബൈ V മൈനസ് PV ബൈ V മൈനസ് എക്സ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തത് ഇങ്ങനെയാണ്. ആദ്യത്തെ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവന് P പ്രഷറാണ്, 300 കെൽവിനാണ് അവൻ്റെ ടെമ്പറേച്ചറായിട്ട് പറഞ്ഞിരിക്കുന്നത്, അവന് V വോളിയമുണ്ട്. അത് ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ അവിടുത്തെ മാസ് എന്ന് പറയുന്നത് രണ്ടിടത്തും കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ അവിടെ സംഭവിച്ചത് നമ്മൾ ഹീറ്റ് എനർജി എക്സ്ട്രാ കൊടുത്തു, അപ്പോൾ അവിടുത്തെ പ്രഷർ മാറി, ടെമ്പറേച്ചർ മാറി, വോളിയം മാറി അല്ലേ? പക്ഷേ മാസ് സെയിം ആയതുകൊണ്ട് നമ്മൾ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ എടുത്തു ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റിൽ. ഇനി സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റിൽ രണ്ടും ഒരേ ടെമ്പറേച്ചറിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്, പക്ഷേ അവിടെയും വോളിയത്തിന് വ്യത്യാസം വന്നിട്ടുണ്ട്. അങ്ങനെ രണ്ടും തമ്മിൽ രണ്ട് സിറ്റുവേഷനിലായിട്ട് നമ്മൾ ലിങ്ക് ചെയ്തു. അപ്പോൾ ഇത്രയും കേസാണ് നമ്മൾ പ്രിലിമിനറി ആയിട്ട് നമ്മൾ ചെയ്തത്. ഇനി ഉത്തരത്തിലേക്ക് വരാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആദ്യത്തെ കേസിൽ PV ബൈ 300 എന്ന് നമുക്കറിയാം. ഈ P2 ഇവിടെ നിന്ന് കിട്ടിയില്ലേ, അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. സോ P2 എന്ന് പറയുന്നത് PV ബൈ 300 ഈസ് ഈക്വൽ ടു P2വിന് പകരം വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആസ് PV ബൈ V മൈനസ് AX ഇൻറ്റു ബാക്കി ഉള്ളത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ V പ്ലസ് AX ബൈ T2 എന്ന് നമുക്ക് കിട്ടി. യെസ്, അപ്പോൾ അതിൽ നമുക്ക് T2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സോ PV എന്ന് പറയുന്നത് ക്യാൻസലായി. സോ T2 ഈക്വൽ ടു V പ്ലസ് AX ബൈ V മൈനസ് AX ദാറ്റ് മച്ച് ഇൻറ്റു 300. വളരെ പ്രധാനപ്പെട്ട കേസാണ്. അപ്പോൾ ഈ വോളിയം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒരു പാർട്ടിൻ്റെ വോളിയം അല്ലേ, അവൻ്റെ ലെങ്ത് എത്രയെന്ന് നമുക്കറിയാം, 45 സെൻറ്റിമീറ്റർ. ഏരിയ എത്രയായിട്ടാണ് നമ്മളെടുത്ത A. അങ്ങനെയാണെങ്കിൽ V വോളിയം നമുക്ക് എങ്ങനെ എഴുതാം? 45 ഇൻറ്റു A പ്ലസ് AX ബൈ 45 ഇൻറ്റു A മൈനസ് AX ദാറ്റ് മച്ച് ഇൻറ്റു 300. അപ്പോൾ നമുക്ക് A എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ നിന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. X എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ 45 പ്ലസ് 5 എത്രയായി? 50 ബൈ 40 ഇൻറ്റു 300. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞു. T2 ടേക്ക് ദ വാല്യൂ ആസ് 375 കെൽവിൻ. പക്ഷെ നമുക്കിനി ഒരു പാരാമീറ്റർ കൂടെ കണ്ടുപിടിക്കണം അല്ലേ? പ്രഷർ കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. സോ P2 എന്ന് പറയുന്നത് PV ബൈ V മൈനസ് AX എന്നല്ലേ? യെസ്, അപ്പോൾ അവിടെ ഇനിഷ്യലി ഉള്ള പ്രഷർ എന്തെന്ന് നമുക്കറിയാം, 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് അല്ലേ? യെസ്, നമുക്ക് ഏരിയ ഇൻറ്റു ലെങ്ത് 45 എന്ന് എഴുതാം. അത് ഇനിഷ്യലായിട്ടുള്ള നമ്മളുടെ വോളിയം മൈനസ് A ഇൻറ്റു എക്സ് എത്രയാണെന്ന് നമുക്കറിയാം, 5 ആണ്. അപ്പോൾ നമുക്ക് ഏരിയ നമുക്ക് ക്യാൻസലായി പോയി. 45 ബൈ 40 അല്ലേ? യെസ്, 45 ബൈ 40. സോ നമുക്ക് ഉത്തരം കിട്ടി 1.125 അറ്റ്മോസ്ഫിയർ. ഇച്ചിരി സമയം കൺസ്യൂം ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് വരാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് രണ്ട് സിറ്റുവേഷൻസ് തന്നു. ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ ഇക്വേഷനായിട്ട് എഴുതി. അതേപോലെ രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇക്വേഷൻ എഴുതി. പിന്നെ നമ്മൾ രണ്ടിനെയും നമ്മൾ യോജിപ്പിച്ചു. വി ഗെറ്റ് ദ ആൻസർ. ഒത്തിരി ബുദ്ധിപരമായ കാര്യങ്ങളില്ല, എന്നാലും തിയറി അറിയാത്തവർക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാൻ ബുദ്ധിമുട്ട് വരും. വീണ്ടും നമുക്ക് തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. 5 മോൾസ് ഓഫ്, അപ്പം നമുക്ക് നമ്പർ ഓഫ് മോൾസ് 5 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. മോണോ ആറ്റമിക് ഗ്യാസ് ആണ്, മോണോ ആറ്റമിക് കേസ് ആണ് നമ്മളോട് പറയുന്നത്. ഇനിഷ്യൽ ടെമ്പറേച്ചർ ദാറ്റ് ഈസ് ഗിവൺ ആസ് T1 is equal to 150 degrees Celsius expand, and in the process it absorb, so delta Q that is given as, so into the system we can say as a positive, as 1500 joule. And second case, see, it does 2500 joule of work. So the work done that is given as
is equal to plus 2500 joule. The final temperature of the gas in degree Celsius is ഫൈനൽ ടെമ്പറേച്ചർ നമ്മൾ കണ്ടുപിടിക്കണം. നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ എടുത്താൽ വി നോ ആസ് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. അപ്പോൾ നമുക്ക് ഇൻറ്റേർണൽ എനർജി നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം അല്ലേ. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു. ഡെൽറ്റ ക്യൂ ഇവിടെ 1500 ആണ്, മൈനസ് 2500 ജൂളാണ്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് -1000 ജൂൾ എന്നൊരു ഓപ്ഷൻ നമുക്ക് ഇൻറ്റേർണൽ എനർജിക്ക് നമുക്ക് കിട്ടി. പക്ഷെ നമുക്കറിയാം ചേഞ്ചിങ് ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്. യെസ്, പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. ഇറ്റ് ഈസ് NCV ഡെൽറ്റ ടി. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് NCV ഡെൽറ്റ ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ആദ്യം വേണ്ടത് CV യുടെ വാല്യൂ ആണ് അല്ലേ. അത് മോണോ അറ്റോമിക് അല്ലേ നമ്മളോട് പറയുന്നത്. സോ 3/2 ആറല്ലേ, ആറിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ലേ, അത് 8.314 അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സിമ്പിളായിട്ട് അത് 12.471 എന്ന് നമുക്ക് കിട്ടി. ഇപ്പോൾ CV നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഡെൽറ്റ യു എന്ന് പറയുന്നത് NCV ഡെൽറ്റ ടി ആണെങ്കിൽ ഡെൽറ്റ യു നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് ഡെൽറ്റ യുവിൻ്റെ വാല്യൂ? ഡെൽറ്റ യുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇറ്റ് ഈസ് -1000 ജൂൾ. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു NCV. N ഈസ് 5. CV എത്രയാണ്? 12.471 ഇൻറ്റു ഡെൽറ്റ ടി. സോ ദ T2 മൈനസ് T1. നമുക്കതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് T2 മൈനസ് T1 ആദ്യ ഇക്വേഷൻ എഴുതാം. സോ T2 മൈനസ് T1 എന്ന് പറയുമ്പോൾ യെസ് -1000 അല്ലേ, -1000 that division by 5 into 12.471. So T2 take the value as T1. Yes, the T1 അപ്പുറത്ത് പ്ലസ് ആവും. സോ -1000 division by 5 into 12.471. നമുക്കറിയാം T1 എന്ന് പറയുന്ന വാല്യൂ 150 ആണ്. സോ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇറ്റ് വാല്യൂ ബിക്കംസ് 16.03. സോ അറൗണ്ട് 133.96. So approximately we can say that value as 134 degrees Celsius. സോ വളരെ സിമ്പിളായ കൺസെപ്റ്റാണ്. പക്ഷേ ആ മൈനസ് സൈനൊക്കെ ഇടുന്നതിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉത്തരം തെറ്റാനുള്ള കാര്യവും ഉണ്ട് എന്നുള്ള കാര്യം ദയവേത് ശ്രദ്ധിക്കുക. ഈ ഫോർമുല ഓർത്തിരിക്കുക. മോണോട്ടോമിക് അതിന് എന്താണ് CV എന്നുള്ള കാര്യവും ഓർക്കുക. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. ക്വസ്റ്റ്യൻ നമ്പർ 38. The temperature of an ideal gas is increased from 100 Kelvin to 400 Kelvin. If the RMS speed of the gas molecule is new at 100 Kelvin, at 400 Kelvin it becomes. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. നമുക്ക് 3 ടൈപ്പ് സ്പീഡുകൾ നമ്മൾ കൈനറ്റിക് തിയറി പഠിച്ചു അല്ലേ. RMS സ്പീഡ് നമ്മൾ പഠിച്ചു. സോ RMS ഈസ് 3RT/m എന്നുള്ള കാര്യം അറിയാം. അതോടൊപ്പം നമുക്ക് ആവറേജ് വാല്യൂ പഠിച്ചു. ദാറ്റ് ഈസ് 8RT/πm എന്ന് നമുക്കറിയാം. അതേപോലെ മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് നമ്മൾ പഠിച്ചു. ഇറ്റ് ഈസ് ഈക്വൽ ടു 2RT ഡിവിഷൻ ബൈ m ആണ്. അപ്പം ഈ 3 സ്പീഡുകളെ കുറിച്ച് നമ്മൾ ഓറിയിടാണ്. അങ്ങനെയാണെങ്കിൽ RMS സ്പീഡ് ടെമ്പറേച്ചറുമായിട്ട് നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാം? ഇറ്റ് ഈസ് √T എന്നൊരു കൺസെപ്റ്റിലേക്ക് നമുക്ക് പഠിക്കാം. അങ്ങനെയാണെങ്കിൽ 2 കേസസിന് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്താൽ V/V' എന്ന് പറയുന്നത് √T1/T2 ആയിട്ട് മാറില്ലേ. നമുക്ക് ടെമ്പറേച്ചർ T1 എത്രയെന്നാ തന്നിരിക്കുന്നത്? 100 ആണ്. രണ്ടാമത് എത്രയാണ് തന്നിരിക്കുന്നത്? 400 ആണ്. സോ 1/4 റൂട്ട് എടുക്കുമ്പോൾ അത് 1/2 ആണ്. അപ്പോൾ V' എന്ന് പറയുന്നത് 2 times V ആയിട്ട് മാറിക്കഴിഞ്ഞു. സോ ഈ പ്രൊപ്പോർഷണാലിറ്റി ഫോർമുല മാത്രം ഓർത്തിരുന്നാൽ യു ഗെറ്റ് ദ ആൻസർ. സോ A as the answer for the question number 38. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. A uniform copper rod of 50 centimeter length is insulated on the sides and has its ends exposed to ice and steam respectively. If there is a layer of water 1 millimeter thick at each end, the temperature gradient in the bar is, assume the thermal conductivity of the copper is 400 SI unit, and for water it is given as 0.4 SI unit. സോ നമുക്ക് ആദ്യം ആ ഒരു ഫിഗർ ഒന്ന് വരയ്ക്കാൻ ശ്രമിച്ചാൽ ഓർക്കണം. സോ നമുക്ക് ഒരു കോപ്പർ റോഡ് ഉണ്ട് എന്നിരിക്കട്ടെ.
സോ ആ കോപ്പർ പോഡിൻ്റെ ഈ ഭാഗങ്ങളെല്ലാം ഇൻസുലേറ്റഡ് ആണ്. പക്ഷേ ഇവിടെ നമുക്ക് ഒരു കോപ്പർ റോഡിന് 0.5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അവിടെ 1 മില്ലിമീറ്റർ തിക്കുള്ള ഒരു വാട്ടർ ലെയർ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. 10⁻³ മീറ്റർ. അതേപോലെ ഇവിടെയും അങ്ങനെയുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. 10⁻³ മീറ്റർ. ഇനി നമ്മളോട് പറയണ ഒരെൻഡ് നമുക്ക് ഐസിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എൻ്റെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് നമുക്ക് പറയാം. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സ്റ്റീമിലാണ് വെച്ചിരിക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് കോപ്പറാണ്, ഇത് കോപ്പറാണ്, ഇത് വാട്ടറാണ്, ഇതും നമുക്ക് വാട്ടറാണ്. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ ഈ ഇൻ ബിറ്റ്വീനുള്ള θ1 എന്നിരുന്നോട്ടെ, ഇത് θ2 എന്നിരുന്നോട്ടെ. അപ്പം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ദ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് എലോങ് ദ റോഡാണ് അല്ലേ. ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് dθ/dx അല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത് θ2 - θ1 അവ തമ്മിലുള്ള സെപ്പറേഷൻ അല്ലേ നമുക്ക് വേണ്ടത്. സെപ്പറേഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സോ θ2 θ1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കൺസെപ്റ്റ്. സോ സിമ്പിളായിട്ട് നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റിൽ നമുക്കറിയാം എനർജി ഫ്ലോ എന്ന് പറയുന്നത് ഓരോ ലെയേഴ്സിലും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നല്ലേ നമ്മൾ പഠിച്ചേ. ആ എനർജി ഫ്ലോയുടെ റിലേഷൻ എങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? KA × ദ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 3 കേസസിൻ്റെയും ആ ഇക്വേഷൻ ഒന്ന് റിലേറ്റ് ചെയ്തേ. കാരണം ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന എനർജിയും ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന എനർജിയും ഇതും സെയിം ആകണമെന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കേസിൽ നമ്മൾ ഈ റിലേഷൻ നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്താൽ നമുക്ക് അതെങ്ങനെ എഴുതാം? കണ്ടക്ടിവിറ്റി വാട്ടർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഇവിടുത്തെ ടെമ്പറേച്ചർ. ഇത് 0 ആണ്, ഇത് θ1 ആണ്. സോ θ1 ഷുഡ് ബി ഗ്രേറ്റർ. സോ ദ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് θ1 - 0 അവ തമ്മിലുള്ള സെപ്പറേഷൻ 10⁻³ ഷുഡ് ഈക്വൽ ടു ഫോർ ദിസ് റോഡ് നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ഫോർ ദ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കോപ്പർ ഇൻറ്റു ഏരിയ ഇൻറ്റു അവ തമ്മിലുള്ള ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് വി ക്യാൻ സേ ആസ് θ2 - θ1 ദ ഡിവിഷൻ ബൈ അവയുടെ ലെങ്ത് എന്ന് പറയുന്നത് 0.5 ആയിരിക്കും. പക്ഷേ അത് തന്നെ ആർക്കും സമമാകണം ഈ കേസിൽ. ഈ കേസിൽ വരുമ്പോൾ ഏത് ടെമ്പറേച്ചറാണ് കൂടുതൽ? 100 ആണ്. പക്ഷെ അവിടെ വന്നിരിക്കുന്ന ആരാണ്? വാട്ടറാണ്. ഇൻറ്റു ഏരിയ ഇൻറ്റു ദ ഫൈനൽ θ2 ആയിട്ട് നമുക്ക് 100 - θ2 എന്ന് നമുക്ക് എടുക്കാം. ദാറ്റ് ഡിവിഷൻ ബൈ അവ തമ്മിലുള്ള സെപ്പറേഷൻ 10⁻³ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റിൽ ആദ്യത്തതും അങ്ങനെ അവസാനം തമ്മിൽ നമുക്കൊന്ന് ഒരുമിപ്പിക്കാൻ ശ്രമിച്ചേ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഈക്വലായിട്ടുള്ള കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തു പോയില്ലേ. അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് കിട്ടിയില്ലേ. θ1 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? 100 - θ2. ഗുഡ് കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത രണ്ടെണ്ണവും തമ്മിൽ നമുക്കൊന്ന് റിലേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ഈക്വലായിട്ടുള്ള ഏരിയയൊക്കെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് വെട്ടി ചെയ്ത് കളഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ റിലേഷൻ θ2 ഗുഡ് മൈനസ് θ1 ദ ഡിവിഷൻ ബൈ നമുക്ക് ഇവനെ ഇങ്ങോട്ട് താഴോട്ട് എടുക്കാം. സോ ദാറ്റ് ഈസ് 100 - θ2 ദാറ്റ് ഈസ് ഈക്വൽ ടു KW ദ ഡിവിഷൻ ബൈ KC ഇൻറ്റു സോ KW ഇൻറ്റു കമാൺ 0.5 ദ ഡിവിഷൻ ബൈ 10⁻³ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് KWയുടെ വാല്യൂ നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ആ വാല്യൂ നമുക്ക് 0.4 എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. KC എത്രയാണ്? 400 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒന്ന് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്തെടുത്തേ. സോ 400 × 10⁻³ എന്ന് പറയുന്നത് 0.4 അല്ലേ. സോ അത് 1/2 എന്ന് നമുക്ക് കിട്ടി. ശരിയാണോ എന്ന് ജസ്റ്റ് ക്രോസ് ചെയ്തേ. അപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് 2θ2 - 2θ1 ദാറ്റ് ഈസ് ഈക്വൽ ടു വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 100 - θ2. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ക്രോസ് ചെയ്യാം. സോ θ2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 3θ2 എന്നൊരു കൺസെപ്റ്റിലേക്ക് മാറി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 100 + 2θ1 അല്ലേ. θ1ന് വേറെ ആരെ കൊടുക്കാം? 100 - θ2 എന്ന് കൊടുക്കാം. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് θ2യുടെ വാല്യൂ നമുക്ക് കിട്ടും. സോ ദാറ്റ് θ2 ടേക്ക് ദ വാല്യൂ ആസ് 60 ഡിഗ്രി. അപ്പോൾ ഈ 60 ഡിഗ്രി എന്ന് പറയുന്നത് θ1ലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് θ1ൻ്റെ വാല്യൂ കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 40 ഡിഗ്രി സെൽഷ്യസും ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 60 ഡിഗ്രി സെൽഷ്യസും
നമുക്ക് വേണ്ടത് ഡി തീറ്റ ബൈ ഡി എക്സ്. ഇതാണ് ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് θ2 മൈനസ് θ1 ബൈ ദ ലെങ്ത്. θ2 ഇവിടെ എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 60 ആണ്. θ1 എത്രയാണ്? 40 ആണ്. അവ തമ്മിലുള്ള ലെങ്ത് എത്രയാണെന്ന് കിട്ടി? 0.5 എന്ന് പറയുമ്പോൾ 20 ബൈ 1/2 അല്ലേ? സോ യു ഗെറ്റ് ദ ആൻസർ ആസ് 40. യൂണിറ്റ് ഓർമ്മയിരിക്കട്ടെ, ടെമ്പറേച്ചർ ബൈ, അപ്പോൾ ഡിഗ്രി സെൽഷ്യസ് ബൈ മീറ്റർ എന്ന് നമുക്ക് പറയേണ്ടി വരും. സോ യു ഗെറ്റ് ദ ആൻസർ ആസ് 40. സോ 40 ആസ് ദി ആൻസർ. നല്ലൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് JEE മെയിൻ വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കൺസെപ്റ്റാണ്. നമ്പർ 40. എ Carnot engine whose low temperature reservoir is at 350 Kelvin. അപ്പോൾ ഒരു കാർനോട്ട് എഞ്ചിൻ്റെ ഫസ്റ്റ് കണ്ടീഷനായിട്ട് പറയുന്നത് അവിടുത്തെ ലോ ടെമ്പറേച്ചർ സാധാരണ നമ്മൾ T2 ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഗിവൻ ആസ് 350 ആൻഡ് ഇറ്റ്സ് എഫിഷ്യൻസി ഈസ് ഗിവൻ ആസ് 0.5 or 50%. And our aim is to increase that efficiency as 60%. If the temperature of the low temperature reservoir remains constant, so T2 എന്ന് പറയുന്നത് 350 ആയിട്ട് തന്നെ നിൽക്കുന്നതെങ്കിൽ the temperature of the high temperature reservoir must be increased by how many degrees എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ് നമ്മുടെ T1ൻ്റെ വാല്യൂ എന്തുമാത്രം കൂട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ഈ ഒരു കണ്ടീഷനിൽ എന്താണ് T1 എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അതെന്ത് ചെയ്താൽ മതി? നമുക്കറിയാം എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 മൈനസ് T2/T1 അല്ലേ? ഗുഡ്. സോ നമുക്ക് എഫിഷ്യൻസിയുടെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? യെസ്, T2/T1 എന്ന് പറയുന്നത് സിമ്പിളായിട്ട് 1 മൈനസ് ഈറ്റ എത്രയാണ്? 1/2 ആണ്. സോ അത് 1/2 ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ T1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ടൈംസ് ഓഫ് ടെമ്പറേച്ചർ ഓഫ് ദ കോൾഡ് റിസർവയർ. സോ 2 ഇൻറ്റു ടെമ്പറേച്ചർ ഓഫ് ദ കോൾഡ് എത്രയാണ്? 350 ആണ്. സോ സിമ്പിളായിട്ട് നമുക്ക് 700 കെൽവിൻ എന്ന് കിട്ടി. അതാണ് ആദ്യത്തെ കേസിലെ നമ്മുടെ റിസർവയറുടെ ഹയർ ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസിൽ എഫിഷ്യൻസി എത്രയായിട്ടാണ് തന്നിരിക്കണേ? 0.6 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ റിലേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് യെസ് T2 റിമൈൻസ് ദ സെയിം, പക്ഷേ T1 ഡാഷ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് T2/T1 ഡാഷ് എന്ന് പറയുന്നത് 1 മൈനസ് 0.6 ആയി മാറി, അത് 0.4 ആയി. അങ്ങനെയാണെങ്കിൽ T1 ഡാഷ് എന്ന് പറയുന്നത് T2 ഡിവിഷൻ ബൈ 0.4. T2 എത്രയാണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് 350 ഡിവിഷൻ ബൈ 0.4. സോ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ യു ഗെറ്റ് ദ വാല്യൂ ആസ് 875K. പക്ഷേ 875K എന്ന് പറയുന്നത് ഉത്തരമായിട്ട് നമ്മൾ കണക്കാക്കരുത്. കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മസ്റ്റ് ബി ഇൻക്രീസ്ഡ് ബൈ, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് T1 ഡാഷ് മൈനസ് T1 എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് 875 Kelvin മൈനസ് 700. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് 175K ആൻഡ് യു ഗെറ്റ് ദ ആൻസർ B. നല്ലൊരു ക്വസ്റ്റ്യനാണ്. സോ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനായിട്ട് മാറുകയാണ് ആ ചാപ്റ്റർ. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 41, ക്വസ്റ്റ്യൻ നമ്പർ 41 നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇച്ചിരി ബ്രെയിൻഡ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉള്ള ക്വസ്റ്റ്യനാണ്. 2 identical systems with a heat capacity at a constant volume varies as a CV equal to B T raised to 3 where B is a constant are thermally isolated. സോ നമുക്ക് 2 സിസ്റ്റംസ് ഉണ്ടെന്ന് പറയുന്നു. അത് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള 2 സിസ്റ്റംസ് ആണ്. എന്നിട്ട് ഇനിഷ്യലി വൺ സിസ്റ്റം ഈസ് അറ്റ് എ ടെമ്പറേച്ചർ 100K ആൻഡ് ദി അതർ ഈസ് അറ്റ് 200K. The system are then brought to in contact. The combined system is allowed to reach its thermal equilibrium. The final temperature of the combined system will be. അപ്പോൾ നമ്മൾ ഇത് തെർമൽ ഇക്വിലിബ്രിയത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാ? അപ്പോൾ കൂടുതൽ ടെമ്പറേച്ചർ ഉള്ളിടത്ത് നിന്ന് എനർജി അങ്ങോട്ട് മാറുമെന്നല്ലേ എൻ്റെ അർത്ഥം? യെസ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവൻ എനർജി സ്വീകരിക്കും അല്ലേ? യെസ്. അപ്പം എനർജി ടേക്കൺ ബൈ വൺ സിസ്റ്റം. പക്ഷേ അതെന്ന് പറയുന്നത് ഉറപ്പിച്ച് നമുക്ക് പറഞ്ഞോടെ അത് എനർജി ഗിവൺ ബൈ അനദർ സിസ്റ്റം എന്ന്. എനർജി കൂടുതൽ കിട്ടുന്നതിന് നമ്മൾ പ്ലസ് വാല്യൂ അല്ലേ നമ്മൾ കൊടുക്കാറല്ലേ? സോ പ്ലസ് ഡെൽറ്റ Q1 ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു
മൈനസ് ഡെൽറ്റ ക്യൂ ടു. അങ്ങനെ ഡെൽറ്റ ക്യൂവിന് എങ്ങനെ എക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും? നമുക്കറിയാം സിമ്പിളായിട്ട്. ഇൻ ഓർഡർ ടു കണ്ടുപിടിക്കാൻ വേണ്ടി യെസ് എൻ സി വി ഡെൽറ്റ ടി അല്ലേ, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. പക്ഷേ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ലിമിറ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അപ്പോൾ ഇപ്പോൾ അവന് 100 ടെമ്പറേച്ചറാണുള്ളത്, അത് ടി എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചറിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ കേസിൽ ഓർക്കണേ, ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 200 ആണ്, അത് എവിടത്തേക്ക് എത്തി? ടിയിലേക്ക് എത്തി അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ സി വി ഡെൽറ്റ ടി. ഇപ്പോൾ രണ്ട് കേസിൽ നമുക്ക് സിയുടെ ഡിപ്പെൻഡൻസ് നമുക്കറിയാം. വാട്ട് ഈസ് ദ ടി ഡിപ്പെൻഡൻസ്? ബി ടി ക്യൂബ്. സോ ഇൻറ്റഗ്രൽ 100 to t bt cube dt. That should be equal to minus integral 200 to t, yes, again bt cube dt. Integrate ചെയ്താൽ ബി ബി ക്യാൻസലായി നമുക്കറിയാം കോൺസ്റ്റൻ്റ് ആണ്. സോ ടി റൈസ് ടു 4 അല്ലേ ബൈ 4 between the limits 100 to t, that should be equal to minus t raised to 4 by 4 between the limits 200 to t. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെ മാറും? അപ്പോൾ നമുക്ക് ആദ്യത്തേത് ടി തന്നെയാണ്. സോ സിമ്പിളായിട്ട് നമുക്ക് പറയാം ടി റൈസ് ടു 4 മൈനസ് ആ 4ഉം 4ഉം നമുക്ക് ക്യാൻസൽ ചെയ്ത് പോവാം. 100 റൈസ് ടു 4, that should be equal to minus of t raised to 4 minus 200 raised to 4. ഫോർത്ത് പവറിനെ പറ്റി കൃത്യമായ ഐഡിയ ഉണ്ടാകണമേ. അപ്പോൾ നമ്മൾ ഈ മൈനസ് ടി റൈസ് ടു 4 ഇപ്പുറത്ത് വരുമ്പോൾ നമുക്ക് എന്ത് പറയാം? 2t റൈസ് ടു 4 ആക്കി മാറ്റാം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ മൈനസ് മൈനസ് പ്ലസ് അല്ലേ, അപ്പോൾ 200 റൈസ് ടു 4 അല്ലേ. ഈ മൈനസ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് പ്ലസ് 100 റൈസ് ടു 4 ആയില്ലേ. അപ്പോൾ രണ്ടിലൊന്നും കോമൺ ആയിട്ടുള്ള വാല്യൂ എടുത്ത് നമുക്കിവിടെ 10 സ്ക്വയർ റൈസ് ടു 4 അല്ലേ. യെസ്, അത് പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കത് 10 റൈസ് ടു 8 ആയിട്ട് പറയാമല്ലോ. ദാറ്റ് ഈസ് ഇൻ ടു 2 raised to 4 plus 1 raised to 4. So that is equal to 10 raised to 8 into 16 plus 1. That is 17. അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ടി റൈസ് ടു 4 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 17 by 2, that 2 into 10 raised to 8. അപ്പോൾ നമുക്ക് ടി റൈസ് ടു 4 എന്ന് പറയുന്നത് 17 by 2. അപ്പോൾ ടി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 17 by 2 raised to 1 by 4 into 10 square. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യുന്ന സമയത്ത് യു ഗെറ്റ് ദ വാല്യൂ ആസ് 17 by 4 17 by 2 raised to 1 by 4. So 8.5 raised to 1 by 4 into 10 square. സോ നമുക്കത് കിട്ടും ഏതാണ്ട് 1.707 into 10 square. So that is equal to approximately 170.7. So 171. So that is a needed one. So നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് വന്നാൽ ആൻസർ ചോയ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നതിൽ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അത് 171 ആയിരിക്കും. സോ ദാറ്റ് ഈസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. നമ്പർ 42. Water flows steadily through a horizontal pipe of variable cross section. Variable cross section. If the pressure of water is P at a particular point where the speed is V, what is the pressure at another point where the speed is 2V and their pressure we have to find it? ഇപ്പോൾ നമ്മുടെ ബെർണോളിസ് തിയറം, അപ്പോൾ അതിലൊരു കാര്യം ഓർക്കുക, നമ്മുടെ ഗ്രൗണ്ട് സർഫസിൽ എന്നൊരു ഹൈറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം ആസ് എ പി പ്ലസ് അവിടുത്തെ പ്രഷർ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് പി പ്ലസ് റോ ജി എച്ച് പ്ലസ് ഹാഫ് റോ ഇൻറ്റു അവിടുത്തെ വെലോസിറ്റി വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അടുത്ത് പ്രഷർ എന്ന് പറയുന്നത് P2 ആയിട്ടാണ് എടുക്കുകയാണെങ്കിൽ അവിടെ ഹൈറ്റ് ഒരേ വാല്യൂ ആണ്, പക്ഷെ വെലോസിറ്റി എന്ന് പറയുന്നത് ഡബിൾ ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് അങ്ങനെ എഴുതാം. പക്ഷെ ഇത് രണ്ടും നമുക്ക് സിമ്പിളായിട്ട് സെയിം ആയിട്ടാണ് നമ്മളോട് പറയുന്നത് അല്ലേ. നമുക്ക് വേണ്ടത് P2 അല്ലേ. P2 is equal to നമുക്ക് എങ്ങനെ പറയാം? P2 equal to ഓൾറെഡി ഉള്ള പ്രഷർ പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ. ഇതിനെ ഇങ്ങടത്തേക്ക് എടുക്കുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഹാഫ് റോ ഇൻറ്റു 4V സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു P ഇൻറ്റു P പ്ലസ് റോ വി സ്ക്വയർ ഇൻറ്റു, അപ്പോൾ അവിടെ 1/2 നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ 1 - 4 ആയിട്ട് മാറി അല്ലേ.
സോ വി ഗെറ്റ് അവിടെ ഒരു മൈനസ് സൈൻ വരുമെന്നുള്ള കാര്യം ഓർക്കുക. 3/2 റോ വി സ്ക്വയർ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. സോ വി ഗെറ്റ് ദ ആൻസർ as E. So that is the question number 42. Number 43. A soap bubble of radius r is blown up to a bubble of radius 2r under isothermal conditions. If sigma is the surface tension of a soap solution, the energy spent in doing so. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ ഡ്രോപ്സ് ബ്രേക്ക് ചെയ്യുന്ന കേസസ് അല്ലെങ്കിൽ ഒരുമിച്ച് ചേരുമ്പോൾ അവയിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് എനർജി അല്ലെങ്കിൽ അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. കീപ് ഇൻ മൈൻഡ് ദ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്, ദ സർഫസ് ടെൻഷൻ ദെയർ ഇൻ ടു ദ ചേഞ്ച് ഇൻ സർഫസ് ഏരിയ, ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ഇവിടെ ബബിൾ എന്നൊരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട്, രണ്ട് ഫ്രീ സർഫസസ് അണ്ടർ കൺസിഡറേഷൻ ആയതുകൊണ്ട് ചേഞ്ച് ഇൻ സർഫസ് ഏരിയ എടുക്കുമ്പോൾ ഓർക്കണമേ അവൻ്റെ സർഫസ് ഏരിയയ്ക്ക് ഡബിൾ ഇമ്പാക്റ്റ് ഉണ്ടെന്നുള്ള കാര്യം. സാധാരണ നമുക്കൊരു സ്പെറിക്കൽ കൺസെപ്റ്റിന് 4πr² ആണ് വരുന്നതെങ്കിൽ ഇവിടെ അത് ഇൻറ്റു 2 വരും, 8πr² വരും. കാരണം ബിക്കോസ് ഓഫ് ദ 2 സർഫസ് ഏരിയാസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? സിഗ്മ ഇൻറ്റു ആദ്യത്തതിൻ്റെത് അപ്പോൾ റേഡിയസ് 8π ഇൻറ്റു രണ്ടാമത് അവൻ 2r റേഡിയസ് ആയിട്ട് മാറുന്നത് കൊണ്ട് 8π 2r² മൈനസ് 8πr². സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കതിലൊന്ന് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്താൽ സിഗ്മ ഇൻറ്റു 8π ഇൻറ്റു 4r² മൈനസ് r². സോ 4r² മൈനസ് r². സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 8π സിഗ്മ ഇൻറ്റു 4r² minus r² is what? 3r². So that is equal to, so 3 into 8 it becomes what? Yes, 24π sigma r². വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ് ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഈ ഡ്രോപ്സുകൾ ഒരുമിച്ച് ചേരുന്ന കേസസും ഒന്ന് തിയറി ഒന്ന് ഓർത്തിരുന്നാൽ നല്ലൊരു കേസായിരിക്കും. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കൺസെപ്റ്റാണ്. ഇത് mean the average radius of a nucleon in a nucleus with mass number a varies as. So നമുക്കറിയാം r is equal to r0 into a raised to 1/3. So that is a ESD answer. Simple ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. The next question, a decay chain of the nucleus, a uranium 92-238 involves 8 alpha decays and 6 beta decays. അപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരണം, the answer is the final nucleus at the end of the process will be. What happened because of the alpha decay? അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ആറ്റമിക് നമ്പർ ഈസ് reduced by 2. Mass number that is reduced by 4 because of the alpha decay. അങ്ങനെയാണെങ്കിൽ ബീറ്റ ഡിക്കേക്ക് എന്താ സംഭവിക്കുന്നത്? യെസ്, ആറ്റമിക് നമ്പർ Z റിമൈൻസ് അൺഅഫക്റ്റഡ്. മാസ് നമ്പറിന് എന്ത് സംഭവിക്കും? ഇറ്റ് ഈസ് ഇൻക്രീസസ് ബൈ 1. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്, ബീറ്റ ഡി. ഇതറിയാമെങ്കിൽ നമുക്കിവിടെ എത്ര ഡി കെ ആണ് വരുന്നത് അതിനനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഇസഡിന് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. ഇസഡ് എത്രയാണ്? അവൻ്റെ വാല്യൂ 92 വരുന്നുണ്ടല്ലേ. അതിൽ നിന്ന് എന്തുമാത്രം കുറയ്ക്കണം? ഒരെണ്ണം പോകുമ്പോൾ 4 എണ്ണം കുറയും. അങ്ങനെ എത്ര എണ്ണം? 8 എണ്ണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, ദർ ഈസ് എ മിസ്റ്റേക്ക്. നമുക്ക് ആറ്റമിക് നമ്പർ 2 കുറയും. ഇസഡ് 2 വരും. മാസ് നമ്പർ 4 കുറയും. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഗുഡ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പോൾ ഇവിടെ 8 എണ്ണം അല്ലേ, 8 എണ്ണം മാറി. അങ്ങനെ 2 എണ്ണം കുറയ്ക്കണം അല്ലേ. 2 into 8 വരുന്നു. ഇവിടെ നിന്ന് അതിന് അൺഅഫക്റ്റഡ് ആണ്. സോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മുടെ വേരിയേഷൻ ഒന്ന് ശ്രദ്ധിച്ചോണേ. അപ്പോൾ നമ്മൾ ആൽഫ ഡി കെക്ക് എന്താ സംഭവിക്കുന്നത്? അവൻ്റെ ആറ്റമിക് നമ്പർ ഒരു ആൽഫ ഡി കെ വരുമ്പോൾ 2 കുറയും. അവൻ്റെ മാസ് നമ്പർ 4 വ്യത്യാസപ്പെടുമെന്ന് പറഞ്ഞു. ബീറ്റ ഡി കെ വരുമ്പോൾ ശ്രദ്ധിക്കണേ, അവിടെ ഇസഡ് 1 കൂടും. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്.
ആൻഡ് ആറ്റമിക് നമ്പർ എന്ന് പറയുന്നത് മാസ് നമ്പർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നമ്മൾ ഇസഡിനാണ് അല്ലേ, ആറ്റമിക് നമ്പറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ 92 ആണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് എത്ര എണ്ണം പോയി? 8 ആൽഫ പോയെന്നാണ് പറയുന്നത് അല്ലേ. ഓരോന്നിന് എത്ര കുറയും? 2. അപ്പം ആൽഫ ഡി കെ വഴി എന്ത് സംഭവിച്ചു? 8x2 കുറവ് വന്നു അല്ലേ. പക്ഷേ ബീറ്റ ഡി കെ വഴി ഇസഡിന് എന്താ സംഭവിച്ചത്? 1 കൂടിയെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ എത്ര എണ്ണമാണ് സംഭവിച്ചത്? 6 ആണ്. അപ്പം 92 മൈനസ് 16 പ്ലസ് 6 ആണ് അല്ലേ. 92-ൽ നിന്ന് 10 കുറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയായിട്ട് മാറും? 8. ദാറ്റ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാസ് നമ്പറിന് എന്ത് സംഭവിക്കും? യെസ്, ഇപ്പോഴുള്ളത് 238 ആണ് അല്ലേ. അതിൽ എത്ര ആൽഫ പോയി? 8 എണ്ണം. ഓരോന്ന് പോകുമ്പോഴും എത്രയാണ്? 4 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? 8x4. പക്ഷേ ബീറ്റ ഡി കെ പോകുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. നമുക്ക് അത് കിട്ടുമ്പോൾ യു ഗെറ്റ് ദ ആൻസർ as 206. നമുക്ക് 206 and 82 and 206. D is the answer. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റുഡൻസ് അങ്ങനെ ശ്രദ്ധിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് കേരള എൻട്രൻസിന് നല്ല റാങ്ക് കിട്ടൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുക. ഒത്തിരി കുട്ടികൾക്ക് അത് പ്രയോജനകരമായിരിക്കും. Thank you. God bless you.